ഗസയിലെ യുദ്ധത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്. ലോകം മുഴുവൻ എതിർത്താലും ഹമാസിനെ തുരത്താതെ പിന്മാറില്ലെന്നും ലക്ഷ്യം നേടുന്നവരെ പോരാടുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. രാജ്യാന്തര സമ്മർദ്ദത്തെ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനിടെ യുദ്ധത്തെ ചൊല്ലി ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയും രൂക്ഷമാകുകയാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗാണ് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ തമ്മിലടിക്കുമ്പോൾ ഹമാസ് ആഘോഷിക്കുകയാണെന്നായിരുന്നു ഹെർസോഗിന്റെ വാക്കുകൾ. ആഭ്യന്തര തർക്കങ്ങൾ നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ ശത്രു ആഘോഷിക്കുകയാണ്. രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്നും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പരസ്പരം പോരടിക്കുന്നത് കാണാൻ ശത്രു കാത്തിരിക്കുകയാണ്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നേതൃത്വം വിട്ടുനിൽക്കണം. ഈ ദുഷ്കരമായ സമയത്ത് ആഭ്യന്തര തർക്കങ്ങളിൽ ഏർപ്പെടരുത്. നമ്മൾ തകർന്നു പോകരുത്. തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൽ വികാരാധീനനായി ഹെർസോഗ് പറഞ്ഞു. ഗസയിൽ കൊല്ലപ്പെട്ട സൈനികരെയോർത്ത് ഹൃദയം വേദനയും ദുഃഖവും കൊണ്ട് വിറയ്ക്കുകയാണ്. സൈനികരുടെ ധീരതയും ത്യാഗത്തെയും രാജ്യം ഓർക്കുന്നു. അവർ ഉത്തരവാദിത്തത്തോടെയും ഉറച്ച തീരുമാനത്തോടെയുമാണ് പോരാടുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ച് വീട്ടിലെത്തിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ലെന്നും ഹെർസോഗ് പറയുന്നു. അതേസമയം ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ യാർ ലാപിഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കുറ്റം പറഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്ന് സൈന്യത്തിനറിയാം. ദേശീയ തലത്തിൽ ദീർഘകാലമായി ഈ സാഹചര്യം തുടരാനാവില്ലെന്നും ലാപിഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെല്ലാമിടയിലും ബന്ദികളെ ഉടൻ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിഷേധം തുടരുകയാണ്. ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 5 നാൾ നീണ്ടു നിൽക്കുന്ന യുവാക്കളുടെ മാർച്ചിന് തെൽ അവീവിൽ കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു. തെൽ അവീവിൽ നിന്ന് ജെറുസലേമിലേക്കാണ് മാർച്ച് നടക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മാർച്ച് വ്യാഴാഴ്ച വൈകിട്ട് നെതന്യാഹുവിന്റെ ഓഫീസിന് മുന്നിലാണ് സമാപിക്കുന്നത്. അതിനിടെ നെതന്യാഹുവും US പ്രസിഡന്റ് ജോ ബൈഡനും വീണ്ടും ചർച്ച നടത്തി. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. താനും നെതന്യാഹുവും ദീർഘനേരം ഫോണിൽ സംസാരിച്ചു. അത് സ്വകാര്യ സംഭാഷണമായിരുന്നു എന്നാണ് ബൈഡൻ പറഞ്ഞത്. എന്നാൽ ഗസയിലെ മരണസംഖ്യയിലും മനുഷ്യരുടെ ദുരിതത്തിലുമുള്ള ആശങ്ക ഇസ്രായേലിനെ അറിയിച്ചതായാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. സഹായ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും പലായനം ചെയ്യുന്ന ജനങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനും ഇസ്രായേൽ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടതായും വൈറ്റ് ഹൗസ് അധികൃതർ അറിയിച്ചു. ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,000 കടന്നു. പരിക്കേറ്റവരുടെ എണ്ണം 54,000 കവിഞ്ഞിരിക്കുകയാണ്.